വാടോ, അവന്റെ ഒരു നാണം. ഇതെന്തടാ നീ നേരെ നോക്കാത്തത്? അവന് നാണമാ വക്കീലേ. നാണോ? ഇവനോ? എന്തിന്? പ്രേമം. ഒന്ന് പോയ സാറേ. സാറേ, ഓ, അന്ന് ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തല്ലട്ടാ. ജീവിതകാലം മുഴുവൻ ഇതിനുള്ളിൽ കിടക്കേണ്ടി വരുമല്ലോ എന്ന് തോന്നിയപ്പോ സംഭവം കൈവിട്ടുപോയി. അതൊന്നും സാരില്ല, ഞാനതൊക്കെ അപ്പോഴേ മനസ്സിൽ വിട്ടു. സാറേ, എനിക്ക് ജാമ്യം കിട്ടുമല്ലോ അല്ലേ? നോക്കാം. പ്രോസിക്യൂഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും പിടിക്കുക. എന്നാലും നമുക്കൊരു ശ്രമം നടത്തി നോക്കാം. ഓ, ആദ്യം തന്നെ അതിനകത്ത് ഒപ്പിട്ടെ. അവിടെ 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 ഇവിടെ അല്ലേ സാറേ? വക്കീൽ സാറേ, ഓ, ഞാൻ കാത്തിരിക്കോട്ടാ. സത്യം പറഞ്ഞ ഇപ്പൊ കാത്തിരിക്കണേന് ഒരു ലക്ഷ്യമുണ്ട്. എന്തായാലും ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണത് ഒരു പുതിയ രാജനാവും. അതുറപ്പാ സാറേ. തനിക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ രാജ. സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരം പതിവ്. ഞാനിപ്പോ ഒരു സങ്കല്പ ലോകത്താ സാറേ. ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കാൻ ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നലിപ്പുണ്ട്. നന്നായി രാജ. ജീവിതത്തെ മുമ്പോട്ട് നയിക്കാൻ അങ്ങനെ ചില തോന്നലുകൾ ഉള്ളത് നല്ലതാ. അല്ല, ആരപ്പ അങ്ങനെ ഒരാള്? മായ. മായേ? പേര് മാത്രമേ അറിയുള്ളൂ. പക്ഷെ കക്ഷിക്ക് നമ്മളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാം. നമ്മുടെ കുരുത്തക്കേടുകളെല്ലാം അറിഞ്ഞിട്ട് ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ അത് വലിയ ഭാഗ്യമല്ല സാറേ? പിന്നെ മഹാഭാഗ്യ രാജ. പുറത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് നാം വിചാരിക്കുന്ന പലരും അത്തരം ഭാഗ്യം ഇല്ലാത്തവരാ. ഇനി ഞാൻ നന്നാവും സാറേ. അവളെനിക്ക് ഒറ്റ കത്തയച്ചിട്ടുള്ളോ? കത്തയക്കലൊക്കെ തുടങ്ങിയ? എവിടെ കാണട്ടെ? ഞാൻ അതാരും കാണിക്കില്ല. ജീവിതത്തിൽ അവനവന് മാത്രമായിട്ട് രഹസ്യമില്ലെങ്കിൽ പിന്നെ എന്തൊട്ട് സുഖം സാറല്ലേ? ആ കത്തിന്റെ അവസാനം PS എന്ന് എഴുതിയിട്ടൊരു വാചകമുണ്ട്. പക്വത ഇല്ലാണ്ട് പ്രേമിക്കണവര് പറയും ഐ ലവ് യു ബിക്കോസ് ഐ നീഡ് യു എന്ന്. പക്വത വന്നിട്ട് പ്രേമിക്കണവര് പറയും ഐ നീഡ് യു ബിക്കോസ് ഐ ലവ് യു എന്ന്. ഐ നീഡ് യു രാജ്, ഐ നീഡ് യു. ഞാനങ്ങ് കലങ്ങിപ്പോയി സാറേ. അവളുടെ ഭാഷയിൽ പറഞ്ഞ മണൽത്തരിയോളം ചെറുതായിപ്പോയി സാറേ. സാർ വേഗം എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്ക്. എന്നിട്ട് വേണം എനിക്ക് അവളെ എങ്ങനെയും ഒന്ന് കണ്ടുപിടിക്കാൻ. സാർ എനിക്കൊരു ലൈഫ് വന്നാ എൻ്റെ ഈ ലൈഫ് ഫുള്ളാ ഞാൻ സാറിന് തരും. സാറിൻ്റെ കൂടെ നിൽക്കണം. ഞാനുണ്ട് രാജ, ഞാനുണ്ട്. ഓൾ ദ ബെസ്റ്റ്. കൊടുകൈ. ഓ, അടികൈ. ഭാവന, കൊറേ നേരം ആയാലും ഇവിടെ വന്ന് നിൽക്കുന്നു. എന്തു പറ്റി? വെറുതെ ഇങ്ങനെ. ഇന്നൊരു തമാശ ഉണ്ടായി. നമ്മുടെ ആ വിലാസിനി കൊലക്കേസിലെ പ്രതിയില്ലേ രാജൻ, അവൻ്റെ ഒരു ജാമ്യത്തിൻ്റെ കാര്യം മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ അവനെ കാണാൻ വേണ്ടി ജയിലിൽ പോയിരുന്നു. അവൻ ആളാകെ മാറിപ്പോയിരിക്കുന്നു. അവന് ഏതൊരു പെണ്ണ് പ്രേമലേഖനം അയച്ചിരിക്കുന്നു. എന്നിട്ട് അയാളിപ്പോ വേറെ ഏതോ ഒരു ലോകത്താ. ജാമ്യം കിട്ടി പുറത്തിറങ്ങി ആദ്യം അവരെ ചെന്ന് കാണാന്ന് പറഞ്ഞോണ്ടിരിക്കുകയപ്പോ അയാൾക്ക് ആ സ്ത്രീയോട് ഭ്രാന്തമായിട്ടുള്ളൊരു ഇഷ്ടം. വല്ലാതെ വിചിത്രമായിരിക്കുന്നു അല്ലേ? ഒരേ സമയം ഒരുപാട് ആളുകളുമായി ബന്ധം പുലർത്തുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരാളെ ഭ്രാന്തമായി ഇഷ്ടപ്പെടുന്നത്? എന്താ, ശരിയല്ലേ? ശരിയാ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം.